ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നു. ഇന്നലെ സന്നിധാനത്ത് എത്തിയത് 93,900 പേരാണ്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ അല്പസമയത്തിനുള്ളിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേരും. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ഭക്തർ ക്യൂ നിൽക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾ എത്തുന്നതിന് തന്നെ മണിക്കൂറുകൾ എടുത്തിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യം മാറിയിട്ടുണ്ട്. സന്നിധാനത്ത് ഭക്തർക്ക് കൂടുതൽ എളുപ്പത്തിൽ ദർശനം നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് വിവരം. അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നിലവിലെ തിരക്ക് എപ്രകാരമാണ്? ഈ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക? അഭിലാഷ്, സന്നിധാനത്ത് നിയന്ത്രണ വിധേയമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനോടകം ഏകദേശം 35,000-ലധികം പേർ ദർശനം നടത്തി എന്നാണ് പോലീസിൻ്റെ കണക്കുള്ളത്. ഇന്നും ഏകദേശം 80,000-ഓളം പേരാണ് ദർശനത്തിനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 78,000 പേർ ബുക്ക് ചെയ്ത സ്ഥാനത്ത് എത്തിച്ചേർന്നത് 93,900 പേരാണ്. സ്വാഭാവികമായിട്ടും ഇന്നും അതേപോലെ തന്നെ കൂടുതൽ അയ്യപ്പന്മാരെത്തും എന്നുള്ളൊരു കണക്കുകളിൽ തന്നെയാണ് പോലീസുള്ളത്. പക്ഷേ മുൻപുണ്ടായിരുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടുകൾ, അതായത് ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ട രീതി വന്നിട്ടില്ല. വളരെ വേഗത്തിൽ അയ്യപ്പന്മാരെ 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പമ്പയിലും നിലയ്ക്കലുമൊക്കെ അനുഭവപ്പെട്ട രീതിയിലുള്ള ഒരു കാത്തു നിൽക്കേണ്ട, മണിക്കൂറുകൾ വാഹനത്തിലിരിക്കേണ്ട ഒരവസ്ഥയും ഇല്ല എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് സംഭവിച്ചത് അപ്പോൾ നടത്തിപ്പിൽ വന്ന ഒരു പിഴവാണ് ഇന്ന് തെളിയിക്കുന്ന സാഹചര്യം നമ്മൾ ഇന്നലെ മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും പമ്പയിലെയും നിലയ്ക്കലെയും സംവിധാനങ്ങളുടെ പ്രവർത്തനവും അവിടെ ജനങ്ങളനുഭവിക്കുന്ന ദുരിതവുമൊക്കെയാണ്. അപ്പോൾ ഇന്നലെ മന്ത്രി പമ്പയും നിലയ്ക്കലും എല്ലാ സന്ദർശനവും നടത്തി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഇന്ന് പുലർച്ചെ സന്നിധാനത്തെത്തി. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അവലോകന യോഗം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേരും. കോന്നി MLA ദിനേഷ് കുമാറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ദേവസ്വം ബോർഡ് അംഗങ്ങളും പോലീസിൻ്റെ പ്രതിനിധികളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സന്നിധാനത്ത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനും മറ്റ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ യോഗത്തിൽ വിലയിരുത്തും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അല്പസമയത്തിനകം സന്നിധാനത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. തിരക്ക് ഇന്ന് നിയന്ത്രണ വിധേയമാണ്. തിരക്കുണ്ട് എങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ട് മുൻപ് അനുഭവിച്ചതുപോലെ അയ്യപ്പന്മാർക്ക് നേരിടേണ്ടി വരുന്നില്ല എന്നതാണ് ഇന്നത്തെ ഒരു നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യം. അഭിലാഷ്, റൈറ്റ്. സന്നിധാനത്ത് നിന്നും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ സ്വമേധയെടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗുകളെ സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് പോലീസ് ദേവസ്വം ബെഞ്ചിന് സമർപ്പിക്കും. പോലീസ് നിയന്ത്രണങ്ങളെ സംബന്ധിച്ചും സർക്കാർ വിശദീകരിക്കും. പമ്പയിലെയും സന്നിധാനത്തെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ തൽസ്ഥിതി റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, നിലവിലെ സാഹചര്യം വ്യത്യസ്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇക്കാര്യമായിരിക്കുമോ കോടതിയെ അറിയിക്കുക? കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ച നടപടി ശബരിമലയിലെ തിരക്കിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം കോടതി തന്നെ പരിശോധിക്കുന്നത്. തൽസ്ഥിതി റിപ്പോർട്ട് അടക്കം കോടതിയിൽ സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. തിരക്ക് ക്രമാതീതമാവുകയും അങ്ങനെ ഭക്തർ വലയുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഡാനി, നിലവിൽ ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യമായിരിക്കുമോ കോടതിയെ ധരിപ്പിക്കുക? തീർച്ചയായും അത് തന്നെയായിരിക്കും അഭിലാഷ്. കാരണം സ്വീകരിച്ച നടപടികൾ എന്തുമാത്രം ശബരിമലയിലെ തിരക്ക് ലഘൂകരിക്കുന്നതിന് ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള പോലെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ആശ്വാസകരമാണ്. അവസരം തന്നെ കോടതിക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ വെർച്വൽ ക്യൂവും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങും ഇത് നിയന്ത്രിക്കുന്നതിലൂടെ തന്നെ വലിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരാം എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കോടതിയും അത് തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. കൃത്യമായൊരു നിയന്ത്രണം വേണ്ടിവരും എന്നുള്ള കാര്യങ്ങൾ നിയന്ത്രണങ്ങൾ താഴെ ഡാനിപ്പോൾ പറയുന്നതിൽ അവ്യക്തതയുണ്ട്. ഡാനിയിലേക്ക് തിരികെ എത്താം. അനുമോദ്, നിലവിൽ കോടതി ഈ വിഷയം പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കൃത്യമായി ദർശനം നടത്താൻ തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം
എന്ന കാര്യം കോടതി തന്നെ നിരീക്ഷിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇനി സാഹചര്യം മാറിയാൽ അത് കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം വലിയ വിമർശനത്തിന് വഴിവെച്ചേക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ കൃത്യമായും അധികം തീർത്ഥാടകർ എത്തിയാൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എങ്ങനെ ദർശനം നടത്തി തിരികെ ഇറക്കാൻ സാധിക്കുമെന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനം ഉണ്ടാകുമോ? അനുമതി, യോഗം എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്? അഭിലാഷ്, നമുക്കറിയാം ഈ മണ്ഡല സീസൺ തുടങ്ങിയതിന് ശേഷം വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് നേരിടേണ്ടി വരികയും ചെയ്ത സാഹചര്യം. ഇത് കഴിഞ്ഞ 7-ാം തീയതി മുതലാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്. ഹൈക്കോടതി അതിൽ നേരിട്ട് ഇടപെടുന്ന ഒരവസ്ഥ വന്നു. സ്വാഭാവികമായിട്ടും ഇത് വലിയ പ്രതിസന്ധി, അതായത് മുൻപ് ശബരിമലയിൽ ഇത്രയും അധികം ആളുകൾ വന്നിട്ടും നേരിടാത്ത ബുദ്ധിമുട്ട് അയ്യപ്പന്മാർക്ക് നേരിടേണ്ടി വന്നു എന്നതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊരു നടത്തിപ്പ്, അതായത് ആസൂത്രണത്തിൻ്റെ മാത്രം പിഴവല്ല, ഇതൊരു ഇംപ്ലിമെൻറ്റേഷൻ്റെ, അതായത് ആസൂത്രണത്തിൽ പുറമെ താഴെ ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള പദ്ധതികൾ നിയന്ത്രിക്കുന്നതിൽ വന്നൊരു പിഴവാണ് സംഭവിച്ചത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെയുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം 1,00,000-ലധികം ആളുകൾ വരാറുള്ള മകരവിളക്ക് സമയത്ത് പോലും നേരിടാത്ത ബുദ്ധിമുട്ട് നിലയ്ക്കലും പമ്പയിലും മണിക്കൂറുകൾ ക്യൂ കോംപ്ലക്സിലും ഒക്കെ ആളുകൾക്ക് നേരിടേണ്ടി വന്നതാണ് ഒരു പ്രധാന പ്രശ്നം. അതിലൊക്കെ നയിച്ചത് ഇവിടെയാണ് 18-ാം പടിയിൽ അയ്യപ്പന്മാരെ കയറ്റി വിടുന്നതിൽ അല്പം കാലതാമസം വന്നു എന്നുള്ളൊരു തരത്തിലുള്ള റിപ്പോർട്ട്. അതായത് മിനിറ്റിൽ 60-70 ആണ് ശരാശരി അയ്യപ്പന്മാരെ കയറ്റി വിടുന്നത്. 90 വരെ കയറ്റി വിടാറുണ്ട്. അത് 40-ലേക്ക് ചുരുങ്ങി എന്ന് പറയുമ്പോൾ അത്രയും സമയദൈർഘ്യം വരിയിൽ നിൽക്കുന്നവർ കാത്തു നിൽക്കുന്നതിൻ്റെ നീളം കൂടുന്നു. ആ ഒരു തിരക്ക് ശബരിമല ക്യൂ കോംപ്ലക്സിനും അതിന് പുറത്തേക്ക് പോകുന്നു, പമ്പയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഈ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. രണ്ടാമതൊരു വലിയ പ്രശ്നം ഇവിടെ നേരിടുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നീക്കം പരാജയം ഈ ഒരു തിരക്കിന് കാരണമായി എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. പമ്പയിലേക്ക് നിലയ്ക്കലിലേക്ക് എത്തുന്ന വാഹനങ്ങൾ നിലയ്ക്കലെത്തുന്നതിന് മുമ്പ് തടഞ്ഞു നിർത്തിയത് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അത് മന്ത്രി അതിനെ എതിർക്കുകയും മന്ത്രി വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. രണ്ടാമതായിട്ട് നിലയ്ക്കലിൽ അയ്യപ്പന്മാരെ എല്ലാം തന്നെ ബസ്സുകളിൽ കയറ്റി ഇരുത്തിയ ശേഷം കുത്തി നിറച്ച ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ വാഹനങ്ങൾ പമ്പയിലേക്ക് വിടുന്നത്. അത് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പമ്പയിലുണ്ടാക്കുന്ന നിയന്ത്രണമാണ്. പക്ഷേ അത്രയും സമയം അയ്യപ്പന്മാർ ബസ്സിൽ കുത്തി നിറഞ്ഞ് ആ ചൂടും ഭക്ഷണവും വെള്ളവും കിട്ടാതെ മണിക്കൂറുകൾ ബസ്സിൽ കാത്തിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ മുൻപൊന്നും കാണാത്ത രീതിയിലുള്ള പ്രതിസന്ധികളാണ്. ഇത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വന്നൊരു പിഴവാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പോലീസിൻ്റെ നടപടിയിൽ കുറ്റപ്പെടുത്തും. ദേവസ്വം ദേവസ്വം ബോർഡിൻ്റെ നടപടികൾക്ക് എതിർപ്പുണ്ടായിരിക്കാം. ഇതിൽ രണ്ടും നമുക്ക് ഈ ഒരു രണ്ടഭിപ്രായം, പോലീസിനും ദേവസ്വത്തിനും ഈ ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ടെന്ന് വ്യക്തമാണ്. അത് ഈ കണക്കുകളുടെ കാര്യത്തിൽ തന്നെ ആ ഒരു രണ്ട് കണക്കുകൾ ദേവസ്വം ബോർഡും പോലീസും നിരത്തുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്ത് തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. കാരണം ഈ അവ്യക്തതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്നത് വ്രതമെടുത്ത് നോമ്പ് നോറ്റി